ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഐ നോബഡി എന്ന് പറയുന്ന സിനിമയുടെ ശനിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടും 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 2026 മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങൾ എന്നായിരുന്നു ഐ നോബഡി എന്ന് പറയുന്ന സിനിമ. പൃഥ്വിരാജിനോടൊപ്പം തന്നെ പാർവതി, വിജയരാഘവൻ, അശോകൻ, നന്ദു, ഹക്കീം ഷാജഹാൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം. കെട്ടിയോളാറിന്റെ മാലാഖ, റോഷാക്ക് എന്നീ സിനിമകൾക്ക് ശേഷം നിസാം ബഷീർ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു. വളരെ പ്രതീക്ഷയായിട്ട് എത്തിയ ചിത്രത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞപ്പോൾ മികച്ച റെസ്പോൺസ് നേടിയ രണ്ടാം ഭാഗത്തേക്ക് സമ്മിശ്ര അഭിപ്രായങ്ങൾ നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു കളക്ഷന് ഇടിവ് തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴത്തെ കാണാൻ സാധിക്കുന്നത്. ആദ്യ ദിനം 2,20,00,000 രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയ ചിത്രത്തിന് മൂന്നാം ദിനമായിട്ടുള്ള ശനിയാഴ്ച ഏകദേശം 1,30,00,000 രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഒരു മലയാള ചിത്രത്തിന്റെ ആവറേജ് കളക്ഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പൃഥ്വിരാജിനെ പോലത്തെ ഒരു താരത്തിന്റെ നിന്നും ഇതിലും വലിയൊരു പ്രതീക്ഷ വെച്ച് ഇതിലും വലിയൊരു കളക്ഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഐ നോബഡിക്ക് കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ ഞായറാഴ്ച ദിവസമായിട്ട് ഇന്നും വലിയ രീതിയിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ചിത്രം വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുമെന്നും പറയാൻ സാധിക്കത്തില്ല. നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് ആദ്യ 3 ദിവസങ്ങളുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 8 മുതൽ 9 കോടിക്ക് അടുത്തുള്ള തുക മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വലിയ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഐ നോബഡി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.